നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KB ഗണേഷ് കുമാർ എത്തി, എല്ലാത്തിനും ഒരു അടിമുടി മാറ്റം. ഇത് പറയുന്നത് ഞാനല്ല, പൊതുസമൂഹം കൂടിയാണ്. ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് MVD. റോബിൻ ബസിന്റെ തലവെട്ടം കണ്ടാൽ പിടിച്ചുള്ളേ തള്ളാനുള്ള വെപ്രാളം കാണിക്കുന്ന ഒരു പറ്റം ആളുകളാണ് MVD ഉദ്യോഗസ്ഥർ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും കണ്ടിരുന്നത്. എന്നാൽ ചില നല്ല കാര്യങ്ങൾ MVD പല തരത്തിലായി ചെയ്യുന്നുമുണ്ട്. ശബരിമലയിലും ഒരു കുട്ടിയെ കാണാതായി പോവുകയും നിമിഷ നേരത്തിനുള്ളിൽ MVD ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ആലപ്പുഴയിലും സമാനമായ രീതിയിൽ ഇത്തരം ഒരു സംഭവവികാസം, നല്ല പ്രവർത്തനങ്ങൾ MVD ഉദ്യോഗസ്ഥർ കാഴ്ചവെക്കുന്നുണ്ട്. നല്ലത് കണ്ടാൽ നല്ലത് എന്ന് പറയേണ്ട ഒരു സാഹചര്യമുണ്ട്, അതങ്ങനെ തന്നെ പറയും. പക്ഷെ ഇതൊക്കെ തന്നെ എന്തുകൊണ്ട് ഇത്രയും കാലം ചെയ്തില്ല? ഇത്രയും കാലം എന്തുകൊണ്ട് നിങ്ങളൊക്കെ തന്നെ ഈ സാധാരണക്കാരായ ജനങ്ങളെ ഈ വെറുപ്പിച്ച് മുന്നോട്ട് പോയത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് MVD ഉദ്യോഗസ്ഥരോട് സമൂഹ മാധ്യമം ചോദിക്കുന്ന ചോദ്യം. ഇതെല്ലാം KB ഗണേഷ് കുമാർ വന്നതിന്റെ തെളിവാണ്, അതിന്റെയൊക്കെ തന്നെ മാറ്റമാണ് എന്നും ഈ സമൂഹ മാധ്യമം പറയുകയാണ്. കമന്റുകളായൊക്കെ തന്നെയാണ് പലരും ഇക്കാര്യം പറയുന്നത്. എന്തായാലും ഈ മന്ത്രി വന്നതിന് പിന്നാലെ നല്ല പേര് കേൾപ്പിച്ചിരിക്കുകയാണ് MVD. ആലപ്പുഴ ജില്ലയിലെ നൂറനാടുള്ള മഞ്ജു എന്ന യുവതിക്ക് കഴിഞ്ഞ 2 വർഷം മുൻപ് ഈ ഷുഗർ കൂടിയതുമായി ബന്ധപ്പെട്ട് കാലുകൾ തളർന്നു പോയിരുന്നു. മഞ്ജു ആ ഘട്ടത്തിലൊക്കെ തന്നെ ഈ സ്കൂട്ടർ ഓട്ടിച്ച് തന്റെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമായിരുന്നു, മറ്റ് ജോലിക്കൊക്കെ പോരുന്നത് അങ്ങനെയാണ്. എന്നാൽ പിന്നീട് ഈ ഷുഗർ കൂടിയതിനെ തുടർന്ന് മഞ്ജുവിന്റെ കാലുകൾക്ക് ബലക്കുറവുണ്ടാവുകയും നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. 2 വർഷം മുൻപ് ലൈസൻസിനുമായി ബന്ധപ്പെട്ട് വന്നിരുന്നുവെങ്കിലും അന്നൊന്നും തന്നെ നടന്നിരുന്നില്ല. ഇന്ന് പിന്നീട് ഈ കൊല്ലത്തേക്ക് മഞ്ജു വരികയും കൊല്ലത്ത് ഈ മഞ്ജു MVD ഉദ്യോഗസ്ഥരുമായി, മാവേലിക്കര MVD ഉദ്യോഗസ്ഥരുമായി കാണുകയും അവരെ സമീപിക്കുകയും ചെയ്തപ്പോഴാണ് മഞ്ജുവിന് ലൈസൻസ് മാത്രമല്ല പിന്നീട് അങ്ങോട്ട് ജീവിക്കാനുള്ള ജീവിത ഉപാധി കൂടി നൽകിയിരിക്കുകയാണ് ഈ MVD ഉദ്യോഗസ്ഥർ. മഞ്ജുവിന്റെ ഭർത്താവിന് ചില രോഗങ്ങൾ ഉള്ളതിനാൽ തന്നെ കൃത്യമായി ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഒരു മകളുണ്ട്, മകൾക്കും ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മഞ്ജുവിന്റെ കുടുംബത്തിന് മഞ്ജു വഴി തന്നെ ചില സാമ്പത്തികമായിട്ടുള്ള ചില നേട്ടം ഉണ്ടാകാനുള്ള പല വഴികളാണ് ഇപ്പോൾ അവർ ഈ MVD ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ മഞ്ജുവിന് ലോട്ടറി വിറ്റുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമാണ് MVD ഉദ്യോഗസ്ഥർ തുറന്നു നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രവൃത്തിക്ക് MVD ഉദ്യോഗസ്ഥർക്ക് കയ്യടി തന്നെ നൽകേണ്ടതുണ്ട്. എന്തായാലും കയ്യടി ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ് MVD ഉദ്യോഗസ്ഥർക്ക്. ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വലിയ തോതിൽ കമന്റ് വരുന്നത് ഇങ്ങനെയാണ്: നട്ടലുള്ള മന്ത്രി വന്നതിന്റെ അടയാളമാണ് ഇതൊക്കെ. ഈ മഹത്തായ കാരുണ്യ പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിച്ച എല്ലാവർക്കും എല്ലാ നന്മകളും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് മുൻകൈയെടുത്ത മനോജ് സാറിനും സഹപ്രവർത്തകർക്കും ഒരു ബിഗ് സല്യൂട്ട് എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്രയും നാളും ഈ ഡിപ്പാർട്ട്മെന്റ് ജനങ്ങളെ വെറുപ്പിച്ചു? നന്മ ചെയ്യാൻ കഴിവുള്ള ഓഫീസർമാർ ചെയ്യട്ടെ എന്നും പറയുന്നുണ്ട്. അന്നും ഇന്നും ഇനി എന്നും ഗണേഷ് കുമാർ മാത്രമാണുള്ളത്. ഇതുപോലെയുള്ള മന്ത്രിമാർ ഉണ്ടെങ്കിൽ കേരളം എന്നെ നന്നായേനെ എന്നും പറയുന്നു. കേരളത്തെ ഓർത്ത് സങ്കടം തോന്നുന്നു ചില സമയങ്ങളിലെന്നും കമന്റുകൾ വരുന്നു. മാത്രമല്ല, വിമർശനം ഇനി ഉണ്ടാവില്ല, കാരണം അഴിമതി വെറുക്കുന്ന, നന്മ മാത്രം ഉദ്ദേശിക്കുന്ന ഗണേഷ് സാർ ആണ് തലപ്പത്ത്. ഒരു ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ സാധിച്ചാൽ ഈ കുടുംബം രക്ഷപ്പെടും, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പറയുന്നുണ്ട് ചിലർ. ഗണേഷ് സാർ വന്നു, MVDയിൽ മാറ്റത്തിന്റെ കടലിരമ്പം, ഉദ്യോഗസ്ഥരിൽ മനുഷ്യപ്പറ്റ് വന്നു തുടങ്ങി എന്നും ആളുകൾ പറയുകയാണ്. നന്മയുള്ള ഉദ്യോഗസ്ഥർ ഇനി തലപൊക്കി മുന്നോട്ട് വരട്ടെ എന്നും പറയുന്നുണ്ട്. ഇത്തരം നല്ല പ്രവർത്തികൾ ഒരു ഡിപ്പാർട്ട്മെന്റിന് സമൂഹത്തിൽ വലിയ അംഗീകാരം നേടിത്തരും, ആദരവും ബഹുമാനവും വർദ്ധിപ്പിക്കാനും അത് നേടിത്തരാനും ചെയ്യുമെന്നും പറയുന്നുണ്ട് ചിലർ. എന്തായാലും KB ഗണേഷ് കുമാർ വന്നതിന് പിന്നാലെയാണ് ഇത്തരം നല്ല കാര്യങ്ങൾ MVD ഉദ്യോഗസ്ഥർ ചെയ്തു തുടങ്ങിയതെന്ന് പറയുന്നു. അത് റോബിൻ ബസ് ഉടമയായിരുന്നാലും പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിന് ഡ്രൈവർമാരുടെ വിഷമവും അതുപോലെ തന്നെ ബസ് ഉടമകളുടെ വിഷമവും ഒക്കെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ MVDയുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ഈ ഗണേഷ് കുമാറിന് കഴിയുമെന്ന ഒരു ആത്മവിശ്വാസവും ഒരു പ്രതീക്ഷയും വെറുതെയല്ല റോബിൻ ബസ് ഉടമ മുന്നോട്ട് വെച്ചത് എന്നത് ഇതിൽ നിന്നുമൊക്കെ തന്നെ ഏകദേശം വ്യക്തമാവുകയാണ്.